Hello everyone. കഴിഞ്ഞ ക്ലാസ്സിൽ എമർജൻസ് ഓഫ് ഇന്റർനെറ്റും അതുപോലെ തന്നെ എമർജൻസ് ഓഫ് വേൾഡ് വൈഡ് വെബും ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മൾ ഇ കൊമേഴ്സ് എന്താന്നുള്ളതും അതിന്റെ ഇമ്പോർട്ടൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വെച്ചിട്ട് എന്തൊക്കെയായിരിക്കും ഇ കൊമേഴ്സ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്നുള്ളത് പറയാൻ പറ്റുമോ? സിമ്പിൾ ആക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ കൊമേഴ്സിനേക്കാളും ഈസി ആയിട്ട് അല്ലെ പെട്ടെന്ന് ഡെലിവറി ഒക്കെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും ഇ കൊമേഴ്സ് ആണെങ്കിൽ. വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അവരെന്ത് ചെയ്യും, നമ്മുടെ ഡോർ സ്റ്റെപ്സ് നമ്മൾ വീട്ടിൽ ഡെലിവറി ചെയ്യും. അപ്പോൾ ഇതാണ് സിമ്പിൾ ആക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ കൊമേഴ്സിന്റെ അഡ്വാൻറ്റേജ്. നമുക്ക് 1 by 1 ആയിട്ട് എന്തൊക്കെയാണ് ഇ കൊമേഴ്സ് അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഇ കൊമേഴ്സ് ടു ബിസിനസ് ഓർഗനൈസേഷൻസ്. നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അഡ്വാൻറ്റേജസ് നമ്മൾ 3 ടൈപ്പായിട്ടാണ് പറയുന്നത്. ഒന്ന്, ഇ കൊമേഴ്സ് കൊണ്ട് ബിസിനസ് ഓർഗനൈസേഷനുള്ള അഡ്വാൻറ്റേജസ്. സെക്കൻഡ് പറയുന്നത് ഇ കൊമേഴ്സ് കൊണ്ട് കൺസ്യൂമേഴ്സിന് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ്. ആൻഡ് ലാസ്റ്റ് സൊസൈറ്റിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇ കൊമേഴ്സിന്റെ ഇ കൊമേഴ്സ് കൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാവുന്നതെന്നാണ്. ഫസ്റ്റ് പോയിന്റ് പറയാം, ഇന്റർനാഷണൽ മാർക്കറ്റ്. ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഡക്റ്റ് ചില കൺട്രീസിൽ സെയിൽ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കില്ല. അതിന് കുറച്ച് റൂൾസും ഒക്കെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ട്രഡീഷണൽ കൊമേഴ്സിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഇ കൊമേഴ്സിൽ അങ്ങനെ റെസ്ട്രിക്ഷൻ വരുന്നുണ്ടോ? ഇല്ല. ലോകത്തിൽ എവിടെയുള്ള കസ്റ്റമേഴ്സിന്റെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ഇ കൊമേഴ്സ് ആണെങ്കിലാണ്. അവിടെ ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറി അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ വരുന്നില്ല ഇ കൊമേഴ്സിൽ. നെക്സ്റ്റ്, ഓപ്പറേഷണൽ കോസ്റ്റ് സേവിങ്സ്. ട്രഡീഷണൽ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസുകളുണ്ട് അല്ലെ. ഇപ്പോൾ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഷോപ്പ് വേണ്ടി വരും, അതിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടി വരും. ഒരു സെയിൽസ്മാൻ്റെ ആവശ്യം ഉണ്ടാവും അല്ലെ, കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യാനുള്ള കസ്റ്റമർ അസിസ്റ്റന്റിന് ആവശ്യം ഉണ്ടാവും അല്ലെ. ഒരു ഷോപ്പിനെ കുറിച്ച് നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് നോക്കൂ. സാധാരണ ഒരു കടയാണെങ്കിൽ ഇപ്പോൾ അവിടെ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്യാനും അത് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാനും ഒക്കെയും ഒരാളുടെ ആവശ്യമുണ്ട്. പിന്നെ ബില്ലിംഗ് സെക്ഷനിൽ ആൾ വേണ്ടി വരും. അങ്ങനെയൊക്കെയും ഒരുപാട് കോസ്റ്റ് എന്താണ് വേണ്ടി വരും. പക്ഷെ ഇ കൊമേഴ്സിൽ എങ്ങനെയാണ്, ഫുള്ള് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാണ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും ഒക്കെ അതിന് താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മേ ബി ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന വീഡിയോ അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇ കൊമേഴ്സിൽ ഓപ്പറേഷണൽ കോസ്റ്റ് കുറവാണ്. നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയണത്. ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോസസ്സിങ്, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒന്നും എന്ത് ആവശ്യം വരുന്നില്ല. അതായത് പ്രോസസ്സിങ്ങും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ എന്താണ് അത്രത്തോളം കോസ്റ്റ് കുറവാണ്. നമുക്ക് ഇതിൻ്റെയൊക്കെ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് ഓപ്പറേഷണൽ കോസ്റ്റ് സേവിങ്സ്. നെക്സ്റ്റ്, റെഡ്യൂസ്ഡ് ഇൻവെന്ററീസ് ആൻഡ് ഓവർഹെഡ്സ്. ഇവിടെ ഒരു സ്റ്റോക്ക് ഒരുപാട് കെട്ടിക്കിടക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ഇപ്പൊ സാധാരണ ട്രഡീഷണൽ കൊമേഴ്സിലാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒരുപാട് കോസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പം ഇ കൊമേഴ്സിലാണെങ്കിൽ ഇപ്പൊ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നവരാണെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തിട്ട് നമുക്ക് താല്പര്യപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേണം നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും, ഡെലിവറി ചെയ്തു തരും അവർ അല്ലെ. അപ്പോൾ ആ ടൈമിൽ മാത്രം എന്ത് ചെയ്താൽ ആ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു ഇൻവെന്ററി എന്താണ് കുറവാണ്, ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് റെഡ്യൂസ്ഡ് ഇൻവെന്ററീസ് ആൻഡ് ഓവർഹെഡ്സ്. ഇപ്പോൾ ഒരുപാട് ഇൻവെന്ററി, അതായത് സ്റ്റോക്ക് നമ്മൾ കടയിലുണ്ടെങ്കിൽ, ട്രഡീഷണൽ കൊമേഴ്സിന്റെ കേസിലാണ് പറയുന്നത് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. അല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ കംപ്ലൈന്റ് ആവുന്ന
പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ മെയിൻ്റെനൻസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കോസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പം ജസ്റ്റ് ഇൻ ടൈം, അതായത് എപ്പോഴാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്താൽ മതി, കുറച്ച് ഡേയ്സിൻ്റെ ഉള്ളിൽ അത് ഡെലിവറി ആക്കി കൊടുത്താൽ മതി. അവിടെ ഒരിക്കലും എന്ത് വരുന്നില്ല, സ്റ്റോക്ക്, അതായത് സെയിൽ ചെയ്ത് പോവാത്തൊരു സിറ്റുവേഷൻ വരുന്നില്ല. ട്രഡീഷണൽ രീതിയിലാണെങ്കിൽ കടയിൽ സാധനം നമ്മൾ ഫുൾ അറേഞ്ച് ചെയ്ത് വെക്കും, അത് വാങ്ങാൻ ആളുകൾ വന്നോളണം എന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റ് ഒക്കെ നമുക്കൊരു ചിലവാണ്. പക്ഷെ ഓൺലൈൻ ആയിട്ടുള്ള കൊമേഴ്സിൽ, അതായത് ഇ കൊമേഴ്സിൽ കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മളത് എത്തിച്ചു കൊടുത്താൽ മതി. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരാവശ്യം വരുന്നില്ല, അല്ല, ഒരുപാട് സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പൊ അതാണ് റെഡ്യൂസ്ഡ് ഇൻവെന്ററീസ്. ഇൻവെന്ററീസ് കുറവാണ്, അതുകൊണ്ട് തന്നെ എന്തും കുറവായിരിക്കും, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റും കുറവായിരിക്കും. നെക്സ്റ്റ് മാസ് കസ്റ്റമൈസേഷൻ. ഇവിടെ നമ്മൾ കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസ്, അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റും സർവീസസ് കസ്റ്റമൈസ് ചെയ്യുന്നത്, മീൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലോവർ ടെലികമ്മ്യൂണിക്കേഷൻ കോസ്റ്റ്. ടെലികമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് കുറവാണ്, അതായത് ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇ കൊമേഴ്സ് ചെയ്യുന്നത്, അല്ലെ. ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അതായത് വൈഫൈ കണക്ഷൻ ഒക്കെ അവൈലബിൾ ആണ്, അല്ലെ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് എന്താണ്, അത്രത്തോളം വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ കമ്പനീസിന് തന്നെ എന്തെങ്കിലും കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൽ അയച്ചിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും. അതിനൊന്നും അത്രത്തോളം കോസ്റ്റ് വേണ്ട, അല്ലെ. അതാണ് ലോവർ കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിജിറ്റൈസേഷൻ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്സസ്. പ്രൊഡക്റ്റും പ്രോസസ്സൊക്കെ ഡിജിറ്റൈസേഷൻ ഫോർമാറ്റിലാണ്. സാധാരണ ട്രഡീഷണൽ വേയിലല്ല നമ്മൾ ചെയ്യുന്നത്, അല്ലെ. ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ്, അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. മേ ബി പ്രൊഡക്റ്റിന്റെ ഡിഫറെന്റ് സൈഡ് റിവ്യൂസ് ഒക്കെ കാണിക്കും, അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാന്നുള്ള വീഡിയോസ്. ഇപ്പൊ എന്തെങ്കിലും പാർട്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പൊ എങ്ങനെയൊക്കെയാണ് അത് ജോയിൻ ചെയ്യാന്നുള്ളതൊക്കെ വീഡിയോ രൂപത്തിലൊക്കെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ, അല്ലെ, പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിന്റെ ഒരു യൂസേജ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് ഇ കൊമേഴ്സ് കൊണ്ട് ബിസിനസ് ഓർഗനൈസേഷന് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇ കൊമേഴ്സ് കൊണ്ട് കൺസ്യൂമേഴ്സിനും അതുപോലെ തന്നെ സൊസൈറ്റിക്കും എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.